ലാത്തിചാർജിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. നിരവധി ഫ്ലെക്സ് ബോർഡുകൾ പ്രവർത്തകർ തകർത്തു. അക്രമാസക്തമായതോടെ പോലീസ് ലാത്തി വീശി. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, തിരുവനന്തപുരത്തും കോഴിക്കോടുമെല്ലാം തന്നെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. തിരുവനന്തപുരത്തെ സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ അക്രമാസക്തമാണോ? പ്രവർത്തകർ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ? സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് പാളയത്തിലേക്ക് പ്രവർത്തകർ നടന്നു പോകുകയാണ്. പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അവർ നടന്നു പോകുന്നുണ്ടായിരുന്നത്. നേരത്തെ റോഡ് ഉപരോധം ഉൾപ്പെടെ കണ്ടതാണ്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് പോലീസുമായി ഉന്തും തള്ളും ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ഉൾപ്പെടെ ശ്രമം നടത്തു. പോലീസിൽ ലാത്തി ഉപയോഗിക്കേണ്ട സ്ഥിതിയിലേക്കായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വൈകാരിക പ്രകടനം തന്നെയാണ് തലസ്ഥാനത്ത് ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ ഈ സമയമായിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പ്രധാനമായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനിയും സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ് നേരത്തെ അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് രാത്രി വൈകിയും ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇത്തരത്തിൽ തുടരുന്നത്. ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് മാത്രമല്ല ഈ പ്രതിഷേധം നിലനിന്നിട്ടുണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റ് വളപ്പിന്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തകർ ഈ റോഡ് ഉപരോധത്തിന് ശേഷം ഓടിപ്പോകുകയും തൊട്ടടുത്തുള്ള ഫ്ലെക്സുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഒരു കാരണവശാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള ഒരു ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ പോലും പോലീസ് വളരെ സംയമനം പാലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരെ ഇതുവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടില്ല. പ്രവർത്തകർ ഇപ്പോഴും റോഡ് ഉപരോധിക്കുകയാണ്. ഒരു പ്രവർത്തകൻ ഇപ്പോൾ കുഴഞ്ഞ് വീഴുന്നതാണ് കാണുന്നത്. നേരത്തെ ഇവിടെ പ്രതിഷേധത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനാണ് ഇപ്പോൾ കുഴഞ്ഞു വീണിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെത്. ഇവരോട് പലവട്ടം പോലീസ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിരിഞ്ഞു പോകാതെ ഇവിടെ നിന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു. എന്തായാലും ഇവർക്കുള്ള ആംബുലൻസ് സൗകര്യം പെട്ടെന്ന് ഒരുക്കി പ്രവർത്തകനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഇതിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. എന്തായാലും ഇരുവശത്തും ഈ നഗരം ചുറ്റി പോലീസ് വളഞ്ഞിട്ടുണ്ട്. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോലീസുണ്ട്. വലിയ തരത്തിലുള്ള ബാരിക്കേഡ് ഉൾപ്പെടെ പ്രതിഷേധ കണക്കെടുത്ത് പോലീസ് തീർത്തിട്ടുമുണ്ട്. അതിനിടയിലാണ് വലിയ തരത്തിൽ ഫ്ലെക്സ് വലിച്ചൂരിയും പോലീസിന് നേരെ തരത്തിൽ ആക്രോശം ഉൾപ്പെടെ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പോലീസ് അക്രമാസക്തമായിട്ടുണ്ടായിരുന്ന ഈ മാർച്ചിനെ തണുപ്പിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ജലപീരങ്കി പോലും പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ടൊന്നും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ നേതാക്കന്മാരെ അവരുടെ മറ്റു പ്രവർത്തകർ ഉൾപ്പെടെ വർദ്ധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രവർത്തകൻ റോഡിൽ കിടക്കുകയാണ്. ഇവിടെ നിന്ന് പ്രവർത്തകനെ നീക്കം ചെയ്യാൻ ആംബുലൻസ് സൗകര്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആംബുലൻസ് ഉടൻ എത്തും എന്നാണ് പറയുന്നത്. എന്തായാലും പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും ഈ ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയും മാർച്ച് ഉണ്ടാവും എന്ന സൂചനയാണ്. ഇപ്പോൾ തൊട്ടടുത്തൊരു കാറിൽ പ്രവർത്തകനെ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെ നിരവധി പ്രവർത്തകർ നേരത്തെ പോലീസുമായി ഉന്തും തള്ളും നടത്തുന്ന സമയത്ത് ക്ഷീണിതനായി മാറി നിൽക്കുന്നതും കണ്ടിരുന്നു. അത്തരത്തിലൊരു പ്രവർത്തകനെയാണ് ഇപ്പോൾ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും മാർച്ച് ങ്ങളിലും ശക്തമായിട്ടുണ്ടാവും. പോലീസിനെതിരെയും സർക്കാരിനെതിരെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസും പറയുന്നത്. ശരി അഞ്ജു, വ്യക്തമാണ്.